അഭിലാഷ് ഉനക്ക് എന്നാ അഭിലാഷ് 110 ഇതെന്തിനാ ഇത് ഇത്രയും ലൂസാ ഗൈസ്. അഭിലാഷ് പണിമുടക്കി ഗൈസ്. സ്പീഡ് 110 കാണിക്കുന്നത്. ഇത് ലൂസായി ഇളകിയതാണോ? വണ്ടി ഒതുക്കി വെച്ചിട്ട് നോക്ക്. വർഷം അവിടെ അപ്പുറത്തുണ്ട്. വീണ ലോക്കായിരുന്നെങ്കിൽ വീണ തന്നെ ഇടയ്ക്ക് കയറി. വീണ കൊണ്ട് ടൈറ്റ് ഇല്ലെങ്കിൽ കപ്പടിക്കും. നിങ്ങൾ എവിടെ നിന്ന് വന്നാ? ടൈറ്റ് ചെയ്തില്ല എന്നിട്ട്? നല്ല ലൂഫ് ഉണ്ടല്ലേ അണ്ണാ. ഇതെന്തിനാ ഇത് ഇത്രയും ലൂസാ? അണ്ണാ ഇല്ലേ ഇത് കിടന്ന് കറങ്ങുന്നല്ലേ? ഈ സാധനം കിടന്ന് ഇറങ്ങണമെങ്കിലേ ഈ സ്പ്രോക്കറ്റും കറങ്ങിയല്ലേ? അതിന്റെ ഡാംബർ ബുഷ് പോയിക്കാനോണ്ണ. അതാണ് അങ്ങനെയാണ് ഇറങ്ങണ. അതും മാറണം. ചെയിൻ ടൈറ്റ് ചെയ്താൽ മതി. അത് കുറച്ച് നേരത്തെ പരിപാടിയാണ്. ടയർ ഊരിട്ട് ഭാഗത്ത് റബ്ബർ സാധനം എടുത്ത് വെച്ചാൽ മതി. അതിങ്ങനെ എടുത്ത് കുലുങ്ങിയല്ലേ? ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വടിയാ വീണ് പടാവും. ഞാൻ പോട്ടാ. വർക്ക്ഷോപ്പ് ഇവിടെ അപ്പുറത്തേന് കുറേ വർക്ക്ഷോപ്പ് ഉണ്ട്. ആ പമ്പിന്റെ അപ്പുറത്ത് പിന്നെ അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. പോട്ടാ. നല്ല അപ്പുറത്ത് വർക്ക്ഷോപ്പ്, അതിന്റെ തൊട്ടപ്പുറത്ത് G93 വർക്ക്ഷോപ്പ് ഉണ്ട്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞോ? ആ നിങ്ങൾ പതുക്കെ ഓടിച്ചിട്ടോ, അല്ലെങ്കിൽ വീണ്ടും കക്കും. ഗൈസ് എൻ്റെ അഭിലാഷൻ ചത്തു ഗൈസ്. അഭിലാഷ് കുറേ നേരം കൊണ്ട് 0 കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അഭിലാഷ് സത്യത്തിലെന്ന് കാണിക്കാൻ വേണ്ടി 120 130 കാണിക്കുന്നത്. അഥവാ എൻ്റെ വീഡിയോയിൽ അങ്ങനെ വല്ലതും കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റാഷ് ഡ്രൈവ് ചെയ്യുന്നതല്ല. എൻ്റെ അഭിലാഷ് എന്നെ ചതിച്ചതാണ്. അഭിലാഷ് സാഗലടാന്ന് മാത്രമേ എനിക്ക് നിൻ്റെ അടുത്ത് പറയാനുള്ളൂ. അപ്പോൾ വഴി വെച്ച് കണ്ടതാണ് ചേട്ടൻ ചെയിൻ കക്കി വഴിയിലായതാണ്. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടത് കാണിച്ചു കൊടുക്കാം. പാവം ഇങ്ങനെ. ആൽബിനെ ഇവിടെ ആരും ഇല്ലടാ, പോയ എല്ലാവരും. എടാ ഒരു ഡൊമിനോറിലെ ചേട്ടൻ ചെയിൻ കക്കി ഇങ്ങോട്ട് വരണുണ്ട്. ഓ ഇപ്പം ഇങ്ങ് എത്തിയില്ല. വേണ്ട കഴിക്കാൻ പറ്റാനോടാ, ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നീ വെക്കോ. എന്നാ ഇവിടെ എല്ലാവരും കഴിക്കാൻ പോയി. അവരിപ്പോ വരോ? എത്ര നേരം എടുക്കും? പക്ഷെ അവരെല്ലാം കഴിക്കാൻ പോയി. കുറച്ചു നേരം നിൽക്കേണ്ടി വരും. വേറെ അതിൻ്റെ അപ്പുറത്തുണ്ട്, അവിടെ ഉണ്ട്. ഞാനും പോയിട്ട് തിരിച്ചു വരാം. എൻ്റെ സ്പീഡോമീറ്ററേ ചിലപ്പോൾ 0, ചിലപ്പോൾ 130 കാണിക്കണ്ടാ. ഞാൻ പതുക്കെയാണ് കേട്ടത്. നോക്കിയപ്പോൾ 130. ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചിടുമ്പോൾ കയറാം. ഇന്നില്ല അപ്പുറത്തുണ്ട്. അവർ വരാൻ താമസിക്കും. എൻ്റെ സ്പീഡോമീറ്ററേ 0 120 കാണിക്കാനടക്ക. ഈ കേബിളിന് എന്തിനാ പറ്റി? ഞാൻ പോട്ടേടാ. അല്ല, ഞാൻ വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടി വന്നാ. ഇപ്പോഴാണ് 120 കാണിച്ചാൽ ആണിങ്ങോട്ട് കയറ്റാന്ന് വിചാരിച്ചാ. അപ്പോഴാണ് ആ ചേട്ടൻ ചെയിൻ കക്കി വഴിക്കണ്ട. അല്ല അങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ റോക്കറ്റൊക്കെ ഇങ്ങനെ ഇരുന്ന് കുലുങ്ങുന്നുണ്ട്. ഡാംബറൊക്കെ പോയെന്ന് തോന്നുന്നു. ഞാൻ പോണേ. ഷോറൂം എവിടെ ഉണ്ടോ? പോത്തൻകുടയേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ചേഞ്ച് ആയിട്ട് ചെയ്താൽ പോരെ? അതവിടെ കൊടുത്താലും മതി. ഞാൻ ഇപ്പം തിരിച്ചു പറഞ്ഞ ഇനി ഇവിടെ കയറാം. നിങ്ങളെന്തായാലും ഇങ്ങനെ വെച്ചിട്ട് പോകണ്ട. കട്ടയ ഭാഗം ഒന്ന് കാണിച്ചു തണ്ടാ വീഡിയോയിലോട്ട്. ഗൈസ് ഇത് കട്ടയാണ്ടാണ് ഗൈസ് സ്പീഡ് 100 120 കാണിച്ചുകൊണ്ടിരുന്നത്. ഗൈസ് നമ്മൾ അഭിലാഷ് ചത്തിട്ടില്ല, തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് സ്പീഡും കാണിക്കുന്നുണ്ട്. നേരത്തെ പറ്റിയ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനു മുമ്പ് ഞാനൊരു മീറ്ററിൻ്റെ ഡിലേ ഇഷ്യൂ റിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ കണ്ടു കാണും. അതിലെല്ലാം ഞാൻ പക്കായിട്ട് സെറ്റ് ചെയ്തു. ഈ മീറ്ററിൻ്റെ കണക്ഷനും കൊടുത്ത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോകുന്ന സമയത്ത് മീറ്ററൊക്കെ പക്ക വർക്കിംഗ് ആയിരിക്കും. ഇല്ല,
ഞാൻ ഈ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് പറയാം. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് റെക്കോർഡിങ് ആയിരിക്കും, പക്ഷേ പോകുന്ന വഴിക്ക് ഇത് വർക്കിംഗ് ആയിരിക്കും, തിരിച്ച് വീടെത്തുമ്പോൾ വർക്കിംഗ് അല്ല. സംഭവം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ വളയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലിയറൻസ് നമ്മൾ ആ ഒയറിൽ കൊടുക്കണം. ഞാൻ എല്ലാം പക്കായിട്ട് ഫിറ്റ് ചെയ്തു, പക്ഷേ ഞാൻ ഒരു ഒയർ ടൈറ്റായിട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഹാൻഡിൽ ഇരിക്കുന്നിടത്തോളം സമയം വർക്കാവും. ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ വർക്കിംഗ് ആയിരിക്കും. ഞാൻ വണ്ടി നിർത്തി തിരിച്ച് ഹാൻഡിൽ വളയ്ക്കാൻ നേരത്ത് ആ ഒരു വയറ് വലിഞ്ഞ് അത് ലൂസാകും. അപ്പോൾ അതാണ് സംഭവിച്ചത്. ഞാൻ ഒരു 2-3 പ്രാവശ്യം എടുത്തു അതെന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഒയർ കട്ടായി. എന്നിട്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും നിങ്ങൾ കണ്ടില്ലേ ഈ പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കടയിൽ കൊണ്ടുപോയി റോട്ടിട്ട് അടിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ കടയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്ക് അയച്ചു നോക്കിയപ്പോൾ ആ ഒയർ കംപ്ലീറ്റ് ആയിട്ട് കട്ടായി. അന്ന് ജസ്റ്റ് വലിയ ഇന്നതേ ഉള്ളായിരുന്നുള്ളൂ. അതിപ്പോൾ ശരിയാക്കിയപ്പോൾ സംഭവം മാറി. നിങ്ങൾക്ക് വേണമെങ്കിൽ കേബിൾ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ 300 പ്രാവശ്യം ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ടാപ്പ് ചെയ്ത് വെച്ചത്. ഇത് കേബിൾ മാത്രം മാറാൻ പറ്റും, ഫുൾ സെൻസറോടെ മാറാൻ പറ്റും. ആ സെൻസറിന് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും പെട്ടെന്ന് വരാറൊന്നുമില്ല. ഞാൻ മുമ്പും കേബിൾ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം കേബിൾ മാത്രം കിട്ടുമെന്ന്. ഇപ്പം ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു പാർട്സ് കടയിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ സെറ്റ് വരെ ഉള്ളതെന്നാണ് പറഞ്ഞത്. മുമ്പേ കേബിൾ മാറിയിട്ടുള്ളത് എനിക്ക് അറിയായിരുന്നു, കേബിൾ മാത്രം മാറാൻ പറ്റുമെന്ന്. അപ്പോൾ അതാണ് സംഭവിച്ചത്. അപ്പോൾ വീഡിയോ ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.